Hi students, welcome to social science class. The previous class we are discussing about the Sangam literature, major works in Sangam literature and classification of ancient Tamil songs etc. Today we are discussing about the social life in ancient Tamilagam. Social life in ancient Tamilagam was associated with the division of land. This division of land was known as tinais. In previous class you are learned about the concept of tinai. Do you know tinai concept? In ancient Tamilagam, the social life are associated with the division of land. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ 6th പഠിച്ചിട്ടുണ്ടാവും തിണകളായിട്ട് കൺസെപ്റ്റ് തിണകളായിട്ട് തിരിച്ചിട്ടുള്ളതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആൻഷ്യൻ തമിഴകത്തിലെ സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നത് തിണകളായിട്ട് ഏഷ്യൻ തമിഴകത്തിലെ ലാൻഡ്സുകളെ പല തിണകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആ ഡിവിഷനെ പറയുന്ന പേരാണ് tinais. In ancient Tamilagam, the lands was divided into various tinais. Each and every tinais associated with a particular landscape. The people of each tinais are engaged in the various occupation for the suitable of their own tinais. There were 5 tinais in ancient Tamilagam. Tinais are Kurinji, Mullai, Palai, Marudam and Neithal. അപ്പോൾ ആൻഷ്യൻ തമിഴകത്തിലെ ലാൻഡ്സുകളെ തിണൈകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈച്ച് ആൻഡ് എവറി tinais അസോസിയേറ്റഡ് വിത്ത് എ പെർട്ടിക്കുലർ ലാൻഡ്സ്കേപ്പ്. ഏത് തിണകൾക്കായാലും ആ തിണകളുടേതായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ്, ഒരു സവിശേഷത, ഭൂസവിശേഷത ഉണ്ടായിരുന്നു. The people of in each tinais engaged in the various occupation suitable for their own tinais. ആ തിണകൾ ഉണ്ടായിരുന്ന ആളുകൾ അവരുടെ തിണയുടെ അനുയോജ്യമായിട്ടുള്ള ആ ഒരു ലാൻഡിന് അനുയോജ്യമായിട്ടുള്ള ഒക്യുപ്പേഷനിലാണ് എൻഗേജ്ഡ് ആയിട്ടിരുന്നത്. അവർ ചെയ്തിരുന്ന ജോലി എന്ന് പറയുന്നത് ആ തിണകൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ജോലികളാണ് അവർ ചെയ്തിരുന്നത്. These are 5 tinais in ancient Tamilagam. There were Kurinji, Mullai, Palai, Marudam and Neithal. ആൻഷ്യൻ തമിഴകത്തിലെ ലാൻഡ്സുകളെ 5 തിണകളായിട്ടാണ് തിരിച്ചിരുന്നത്. അത് ഏതൊക്കെയായിരുന്നു? കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം ആൻഡ് നെയ്ത്തൽ. In social life in ancient Tamilagam associated with the division of land, these land divisions known as tinais. There are 5 tinais in ancient Tamilagam. Tinais are Kurinji, മുല്ലൈ, പാലൈ, മരുതം ആൻഡ് നെയ്ത്തൽ. ആൻഷ്യൻ തമിഴകത്തിലെ സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നത് അവിടുത്തെ ആളുകളുടെ സാമൂഹ്യ ജീവിതം അവിടുത്തെ ലാൻഡുമായിട്ട് അസോസിയേറ്റഡ് ആയിരുന്നു. ലാൻഡുകളെ പലതായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. ആ ഡിവിഷനെ പറയുന്ന പേരാണ് tinai. കൺസെപ്റ്റ് ഓഫ് tinai. ആൻഷ്യൻ തമിഴകത്തിൽ 5 തിണകളാണ് ഉണ്ടായിരുന്നത്. ആ തിണകളാണ് കുറിഞ്ചി, നെക്സ്റ്റ് മുല്ലൈ, പാലൈ, മരുതം ആൻഡ് നെയ്ത്തൽ. ഇങ്ങനെ 5 തിണകളായിട്ടാണ് ലാൻഡിനെ ഡിവൈഡ് ചെയ്തിരുന്നത്. നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ദി പെക്യുലാരിറ്റീസ് ഓഫ് ഈച്ച് tinais. ഫസ്റ്റ് വൺ, കുറിഞ്ചി. കുറിഞ്ചി വാസ് എ ഹില്ലി ഏരിയ. ഇൻ ദിസ് റീജിയൻ the pupils were engaged in the shifting cultivation. Hunting and collecting of forest resources are the main occupation of in this area. Pepper and spices were cultivated here. നമ്മൾ 4 points ആണ് പറഞ്ഞത്. കുറിഞ്ചി വാസ് എ ഹില്ലി ഏരിയ. കുറിഞ്ചി ഒരു ഹില്ലി ഏരിയ ആയിരുന്നു. The people in this area engaged in shifting cultivation. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ കൾട്ടിവേഷനിലാണ് എൻഗേജ്ഡ് ആയിരുന്നത്. ദെൻ മെയിൻ ഓക്യുപ്പേഷൻ ഓഫ് ദീസ് ഏരിയാസ് വാസ് ഹണ്ടിങ് ആൻഡ് കളക്ടിങ് ഓഫ് ഫോറസ്റ്റ് റിസോഴ്സസ്.
അവിടെ ഉണ്ടായിരുന്ന പ്രധാന തൊഴിൽ എന്ന് പറയുന്നത് ഹണ്ടിങ്ങും ഫോറസ്റ്റ് റിസോഴ്സസുകളുടെ കളക്ഷനും ആയിരുന്നു. അവിടെ പ്രധാനമായിട്ട് കൾട്ടിവേറ്റ് ചെയ്തിരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് പെപ്പർ ആൻഡ് സ്പൈസസ്. അതർ സ്പൈസസ് ആർ കൾട്ടിവേറ്റഡ് ഹിയർ. നെക്സ്റ്റ് വൺ മുല്ലൈ. മുല്ലൈ വാസ് ഗ്രാസ് ലാൻഡ്. ഒരു ഗ്രാസ് ലാൻഡ് ആയിരുന്നു മുല്ലൈ. റെയറിംഗ് ഓഫ് ദി കാറ്റിൽ വാസ് എ മെയിൻ ഓക്യുപ്പേഷൻ ഓഫ് ഇൻഡീസ് ടിനൈസ്. ഈ മുല്ലൈ എന്ന് പറയുന്ന ടിനയിലെ പ്രധാന ഓക്യുപ്പേഷൻ എന്ന് പറയുന്നത് കാറ്റിൽ റെയറിംഗ് ആയിരുന്നു. ഫോർ ഇൻക്രീസിംഗ് ദ കാറ്റിൽ വെൽത്ത്, the people are practiced the seizing cattle from others. This practice known as വെഡ്ചി. അവരുടെ കാറ്റിൽ വെൽത്ത്, കന്നുകാലി സമ്പത്തുകൾ വർദ്ധിപ്പിക്കാനായിട്ട് അവർ മറ്റുള്ളവരുടെ കന്നുകാലികളെ പിടിച്ചെടുത്തിരുന്നു. ഈ പ്രാക്ടീസിനെ പറയുന്ന പേരാണ് വെഡ്ചി. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. മുല്ലൈ വാസ് എ ഗ്രാസ് ലാൻഡ്. മെയിൻ occupation of the Mullai Tinais was rearing cattle. For increasing the cattle wealth, the people are practiced the seizing of cattle from others. This practice known as വെഡ്ചി. Next one, Palay. Palay was a dry land, otherwise a desert region. പാലൈ എന്ന് പറയുന്നത് വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു ഡെസേർട്ട് പോലത്തെ ഒരു ലാൻഡ് ഏരിയ ആണ് പാലൈ. ദർ ഈസ് നോ സ്പെസിഫിക് ഓക്യുപ്പേഷൻ. അവിടെ പ്രത്യേകിച്ച് ഒരു തൊഴിലൊന്നും ഉണ്ടായിരുന്നില്ല. ദ പീപ്പിൾ ഓഫ് ദി പാലൈ റീജിയൻ എൻഗേജ്ഡ് ദ സ്റ്റീലിംഗ് ദ കാറ്റിൽ. അവിടെയുള്ള ആളുകൾ എന്തിലായിരുന്നു എൻഗേജ്ഡ് ആയിരുന്നത്? സ്റ്റീലിംഗ് കാറ്റിൽ, കന്നുകാലികളെ മോഷ്ടിക്കുക. അവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഒക്യുപ്പേഷനൊന്നുമില്ല. കാരണം എന്തായിരുന്നു? ആ ലാൻഡ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരുന്നു? ഒരു ഡ്രൈ ലാൻഡ് ആയിരുന്നു. അപ്പോൾ അവിടെയുള്ള ആളുകൾ എന്തിലായിരുന്നു എൻഗേജ്ഡ് ആയിരുന്നത്? ദ പീപ്പിൾ ഓഫ് ദി പാലൈ റീജിയൻ എൻഗേജ്ഡ് ഇൻ ദ സ്റ്റീലിംഗ് ഓഫ് കാറ്റിൽ. നെക്സ്റ്റ് വൺ, മരുതം. മരുതം വാസ് എ വെറ്റ് ലാൻഡ്. റൈസ് ആൻഡ് ഷുഗർ കൈൻ ആർ കൾട്ടിവേറ്റഡ് ഇൻ ദിസ് ഏരിയ. മരുതം ടിനൈ എന്ന് പറയുന്നത് ഒരു വെറ്റ് ലാൻഡാണ്. അവിടെ റൈസസും അതുപോലെ ഷുഗർ കെയിനാണ് കൂടുതലായിട്ട് കൾട്ടിവേറ്റ് ചെയ്തിരുന്നത്. ഇൻ ദീസ് ഏരിയാസ് ഗിവൺ ദ എവിഡൻസ് ഫോർ ദി യൂസ് ഓഫ് ബ്ലവ്സ്. ബ്ലവ്സുകളൊക്കെ ഉപയോഗിച്ചിരുന്നതായിട്ടുള്ള എവിഡൻസ് ഒക്കെ നമുക്ക് ഈ ഏരിയയിൽ നിന്ന്, ഈ ടിനയായിട്ടുള്ള മരുതം ടിനയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ദ ലാസ്റ്റ് വൺ, നെയ്തൽ. നെയ്തൽ വാസ് കോസ്റ്റൽ ഏരിയ. എങ്ങനെയുള്ള ഏരിയ ആയിരുന്നു? ഒരു കോസ്റ്റൽ ഏരിയ ആയിരുന്നു. അപ്പോൾ അവിടെയുള്ള മെയിൻ ഓക്യുപ്പേഷൻ എന്താവും? ഫിഷിംഗ് ആൻഡ് സാൾട്ട് പ്രൊഡക്ഷൻ വാസ് മെയിൻ ഓക്യുപ്പേഷൻ ഓഫ് നെയ്തൽ ടിനൈസ്. നെയ്തൽ ടിനയിലെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത് ഫിഷിങ്ങും സാൾട്ട് പ്രൊഡക്ഷനും ആയിരുന്നു. ഫിഷിംഗ്, മത്സ്യബന്ധനവും സാൾട്ട് പ്രൊഡക്ഷനും ആയിരുന്നു അവിടുത്തെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത്. സാൾട്ട് വാസ് മെയ്ഡ് ടു ഇവപ്പറേറ്റിംഗ് സീ വാട്ടർ ഹെൽഡ് ഇൻ സാൾട്ട് പാൻസ്. സാൾട്ട് പാനുകളിലൊക്കെ സീ വാട്ടർ കെട്ടി നിർത്തിക്കൊണ്ട് അത് ഇവപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് സാൾട്ട് അവർ ഉണ്ടാക്കിയിരുന്നത്. In this class, we are discussing about the social life in ancient Tamilagam. Social life in ancient Tamilagam is associated with the land division. These land divisions known as tinais. There are 5 tinais in ancient Tamilagam. There were Kurinji, Mullai, Palai, Marudam and Neithal. Look the table. In this table mention to the 5 tinais in ancient Tamilagam and peculiarities of each tinais and main occupation of these each tinais. First one, Kurinji. Kurinji was a hilly area. Hunting and collecting of the forest resources was main occupation of this region. Next one, Mullai. Mullai was a grassland. Cattle rearing of cattle was main occupation of these tinais. Next one, Palai. Palai was a dry land. Stealing of cattle was a main occupation of these tinais. Next, Marudam. Marudam was wetland. Cultivation, rice and sugarcane cultivated in this
area. The last one, Neithal. Neithal was a coastal area. Fishing and salt production was main occupation of these Tinais. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളെടുത്തത് സോഷ്യൽ ലൈഫ് ഇൻ ആൻഷ്യൻ തമിഴകം എന്നുള്ള ടോപ്പിക്കാണ്. ആൻഷ്യൻ തമിഴകത്തിൽ സാമൂഹിക ജീവിതം എങ്ങനെയുള്ളതായിരുന്നു? ആൻഷ്യൻ തമിഴകത്തിലെ ലാൻഡ്സുകളെ പലതായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. ആ ഡിവിഷന് പറയുന്ന പേരാണ് ടിനകൾ. എങ്ങനെയായിരുന്നു, എന്തിൻ്റെ ബേസിലായിരുന്നു ഡിവൈഡ് ചെയ്തിരുന്നത്? അവിടുത്തെ ഫിസിയോഗ്രാഫിയുടെയും ആ ഭൂപ്രദേശത്തിൻ്റെയും പ്രത്യേകതകൾ അനുസരിച്ചായിരുന്നു വിവിധ ലാൻഡുകളായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നത്, വിവിധ ടിനകളായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നത്. അങ്ങനെ ആൻഷ്യൻ തമിഴകത്തിൽ 5 ടിനകളാണ് ഉണ്ടായിരുന്നത്. കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം ആൻഡ് നെയ്തൽ. ഇങ്ങനെ 5 തിണകളാണ് ഉണ്ടായിരുന്നത്. ആ തിണകളുടെ പെക്യുലാരിറ്റീസും അതുപോലെ തന്നെ ആ തിണകളിലെ ആളുകൾ ചെയ്തിരുന്ന ഒക്യുപ്പേഷൻസാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. സീ യു നെക്സ്റ്റ് ക്ലാസ്.